നമുക്ക് അകത്തേക്ക് പോവാം. ഇപ്പൊ ഇങ്ങനെയാണ്, പണ്ടത്തെ പോലെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഇപ്പൊ മറ്റേ കൂറയൊക്കെ ഇല്ലേ, കൂറ കൂറ മലന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ പാട്. കണ്ടോ മെട്രോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് എന്റെ ഫേവറേറ്റ് പ്ലേസ്, മാസ്റ്റർ ബെഡ്റൂം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലവല കലവറ. സീരിയസ്ലി ഭയങ്കര ഭംഗി സ്കൈ കണ്ട് നമുക്ക് രാവിലെ എണീക്കാം. എന്നിട്ട് നിങ്ങൾ ശരിക്കും ഭയങ്കര പോസിറ്റീവ് നെഗറ്റീവ് പറ്റും. ഹലോ എവറിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും അടിപൊളിയായിട്ടിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചു ഞാൻ ഓക്കെ ആണോ, ഹെൽത്ത് ഓക്കെ ആണോ, ബേബി ഓക്കെ ആണോ എന്നൊക്കെ. എല്ലാവരും ദൈവാനുഗ്രഹത്താൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോണു. ഇനി കുറച്ച് ആഴ്ചയും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും ടെൻഷനിലും സന്തോഷത്തിലൊക്കെയാണ്, ഒരു മിക്സഡ് ഇമോഷണൽ സ്റ്റേറ്റിലാണ്. ഇവിടെ കുറച്ച് പണി നടക്കുന്നുണ്ട് കേട്ടോ, അതാണ് ചെറിയൊരു ശബ്ദം കയറി വരുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോനെ പറ്റി ഞാൻ കുറച്ചായി നിങ്ങളായിട്ട് പറ്റിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ കൊണ്ടുവരാം സ്പെഷ്യൽ വീഡിയോ എന്ന്. അങ്ങനെ ആ ദിവസം എത്തിയിരിക്കുകയാണ് ഫൈനലി. പലരും പല പല ഗസ്സസാണ് പറഞ്ഞിട്ടുള്ളത്. വളകാപ്പാണോ, എന്തെങ്കിലും ബേബിയുടെ പേരാണോ, അങ്ങനെ കുറേ എന്തൊക്കെയോ ഡൗട്ട്സൊക്കെ ചോദിച്ചിരുന്നു. ചിലർ ചോദിച്ചിരുന്നു സ്വന്തമായിട്ട് വീട് വെച്ചോ, സ്വന്തമായിട്ട് ഫ്ലാറ്റ് മേടിച്ചോ എന്നൊക്കെ. അതായിട്ട് റിലേറ്റഡ് ആണ്, പക്ഷേ നമ്മൾ സ്വന്തമായിട്ടല്ല മേടിച്ചിരിക്കുന്നതെന്നേ ഉള്ളൂ. ഞങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമുക്ക് അതൊരു സ്പെഷ്യൽ കാര്യം തന്നെയല്ല, അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ന്യൂ ഹോം ടൂറാണ്. ചെയ്യാൻ പോകുന്നത് ന്യൂ ഹോം ടൂറാണ്. അപ്പോൾ നമുക്ക് ഫ്ലാറ്റ് കണ്ടാലോ? കം ഓൺ, നമുക്ക് അകത്തേക്ക് പോവാം. ചരാ തേസേട്ടനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഹോം ടൂർ സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യും. സോ നമ്മൾ ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലാറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഇവിടുത്തെ ഓണേഴ്സ് ഫർണിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചില ഹോം അപ്ലയൻസസ് സാധനങ്ങളും അല്ലറ ചില്ലറ ഫർണിച്ചർ എന്ന് പറയല്ലേ, ചെറിയ രീതിയിൽ സംഭവങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. പക്ഷെ മോസ്റ്റ്ലി ഫർണിഷ്ഡ് ആണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇങ്ങനൊരു ഏരിയ ആണ്. ഇതൊരു ഷൂറാക്കാണ്. സോ വിശാലമായ ഷൂറാക്ക് ഏരിയ ആണ്. പിന്നെ ഇത് നമ്മുടെ കാർ കീസൊക്കെ വെക്കുന്ന സ്ഥലം. ആൻഡ് ഇവിടെ ഇങ്ങനെ ഇവരൊരു നല്ലൊരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ ഫ്ലാറ്റിൽ ഇതേപോലെ ഒരു മിറർ ഉണ്ടായിരുന്നു അല്ലേ, എൻട്രൻസിൽ. യെസ്, ഇത് ഞങ്ങളുടെ കോൺട്രിബ്യൂഷനാണ് കേട്ടോ. പൂച്ചട്ടി, ഫ്ലവർ വേസ്. പിന്നെ ബൂബു, അത് ഒബ്വിയസ്ലി എൻ്റെ വ്ളോഗൊക്കെ കാണുന്നവർക്ക് ബൂബുവിനെ അറിയുന്നുണ്ട്. ബൂബുവിനെ ഫ്രണ്ടിൽ തന്നെ ഇരുത്തിയിട്ടുണ്ട്, ഈ വഴിയാണ് പുറത്തു പോകേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത ഈ ഫ്ലവേഴ്സ്. സോ അങ്ങനെയാണ് ഈ ഒരു എൻട്രൻസ് ഏരിയ. അത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ലിവിങ് റൂം, അല്ലെങ്കിൽ എന്താ പറയുക, ഡ്രോയിങ് റൂമെന്നോ ഹാളെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഇതാണ് അത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വേൾഡ് മാപ്പാണ് കേട്ടോ. നല്ല രസമുണ്ട് അല്ലേ? പിന്നെ എൻ്റെ പില്ല്, ഇത് ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല, ഇത് എൻ്റെ പില്ലോ ആണ്. പിന്നെ ഇത് നമ്മൾ മേടിച്ച കേട്ടോ, ഈ ഒരു കോഫി ടേബിൾ നമ്മൾ മേടിച്ചതാണ്. കൗച്ചൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ TV. ആൻഡ് ഇത് തേസായിട്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തരുന്ന മാർഷലിൻ്റെ സ്പീക്കർ. അതെൻ്റെ സ്പെഷ്യൽ സൂം. പിന്നെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് അല്ലറ ചില്ലറ ഫോട്ടോസും കൃഷ്ണനെയും ഒക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ കുറച്ച് കൂട്ടുകാരിയും വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്നുമില്ല, ആകെ 4 പേരേ ഉള്ളൂ. പിന്നെ യെസ്, ഇതാണ് നമ്മുടെ പ്രാർത്ഥന ഏരിയ, ഭഗവാന്റെ ഏരിയ. ഇവിടെ നമ്മൾ വിളക്ക് കൊളുത്തും, പ്രാർത്ഥിക്കും. ബാൽക്കണി ലാസ്റ്റ് കാണിക്കണോ അതോ ഇപ്പോൾ കാണിക്കണോ? ഇപ്പോൾ കാണിക്കാം. ഓക്കെ, സോ ഇവിടെ തന്നെയാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. ഓക്കെ, ഇങ്ങനൊരു സ്ലൈഡിങ് ഡോറാണ് വരുന്നത്. And this is our balcony.
പോയി. എന്നെ പിടിക്കോ? ഒരു മിനിറ്റ്. ഇപ്പൊ ഇങ്ങനെയാണ്, പണ്ടത്തെ പോലെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഇപ്പൊ മറ്റേ കൂറയൊക്കെ ഇല്ലേ, കൂറ കൂറ അതായത് കോക്രോച്ച് ഒക്കെ മറ്റേ ഒരു സ്ഥലത്ത് മലന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ പാട്, ആ അവസ്ഥയാണ് എൻ്റെ. കളിയൊക്കെ ഉണ്ടോ, പുച്ചയ്ക്ക് ഉണ്ടോ? ഓക്കെ. അപ്പം എന്തായാലും ബാൽക്കണിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ഊഞ്ഞാലുണ്ട്, പിന്നെ ഒരു ചെറിയൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെട്രോ പോകുന്ന കാണാം. മെട്രോ വരണ്ട, അതാ പോണു, അതാ ഇപ്പൊ വരും. ഇപ്പൊ വരും. 3 സൂം ചെയ്ത് കാണിച്ചു കൊടുക്കൂ. കണ്ടോ മെട്രോ? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. സോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മെട്രോ പോകുന്നത് കാണാം ദൂരെ. ബട്ട് ഒരു ബ്യൂട്ടിഫുൾ വ്യൂ അല്ലേ, നല്ല പച്ചപ്പും ഹരിതാപവും, താഴെ നോക്കിയ പൂളും കാണാം. ഓക്കെ, സോ അതാണ് ബാൽക്കണി. അടച്ചോളൂ, ഇല്ലെങ്കിൽ കൊതു വരും. നമ്മുടെ കഴിഞ്ഞ ഫ്ലാറ്റ് പോലെ ഭയങ്കര പൊക്കത്തിൽ 20ാമത്തെ നിലയിലൊന്നും അല്ല നമ്മളിരിക്കുന്നത്, കുറച്ചൊരു നടുക്കായിട്ടാണ് നമ്മളിരിക്കുന്നത്. എൻ്റെ മൈക്കിൻ്റെ ചാർജ് തീർന്നു പോയി. നമ്മൾ പെട്ടെന്ന് എടുക്കാൻ വിചാരിച്ചാണ്, സോ മൈക്കൊന്നും ചാർജിന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനിപ്പോൾ ദേശായിരുന്നു ചീത്ത എടുത്തിരിക്കുകയാണ് ഞാൻ. എപ്പോഴിങ്ങനെ മുഖമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏരിയസ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലിവിംഗ് റൂം. ആൻഡ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഒരു 6 സീറ്റ് ഡൈനിങ് ടേബിളാണിത്. 6 പേർക്ക് വിശാലമായി കഴിക്കാൻ പറ്റിയ ഒരു ഡൈനിങ് ടേബിൾ. ആൻഡ് ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. ഇത് ആക്ച്വലി വേറെ ഫോട്ടോ ഫ്രെയിംസ് ആയിരുന്നു ഇവിടെ ഉള്ളത്. അത് പിന്നെ തീർച്ചയായിട്ടും ഇനി വേറെ ഡ്രിൽ ചെയ്ത് വൃത്തികേടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അതേ മെഷർമെന്റിൽ എടുത്തിട്ട് ചെയ്യിപ്പിച്ച നമ്മുടെ കുറച്ച് ഫേവറേറ്റ് ഫോട്ടോസാണ്. അപ്പം നമുക്കൊരു ഹോം ഫീൽ കിട്ടില്ല, നമ്മുടെ ഒരു ഹോം ഫീലാണ് ഈ ഫോട്ടോസ് കാണുമ്പോൾ. അത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തൊട്ടടുത്താണ് നമ്മുടെ 3 ബെഡ്റൂമിൻ്റെയും ഡോർസ് വരുന്നത്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് കാണിക്കാം. അതിന് ഇവിടെ ഒരു വാള് ഉണ്ട്, ഒരു വുഡൻ ഫിനിഷുള്ള ഒരു വാള്. ഇത് ആക്ച്വലി കണ്ടാൽ വെറും ഒരു ചുമരാണെന്ന് തോന്നും, പക്ഷേ ഇതിൽ ഇങ്ങനെ നമുക്കൊരു ടേബിൾ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരുന്നു. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ടേബിൾ ആവും. നമുക്ക് അയണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ വെച്ച് കഴിഞ്ഞാൽ സ്പേസ് അധികം കൺസ്യൂം ഇല്ല. നല്ലൊരു കാര്യമല്ലേ, നല്ലൊരു കാര്യം. പിന്നെ ഇത് നമ്മുടെ വാഷ് ഏരിയ ആണ്. ഉണ്ടല്ലോ എല്ലാവരും ഹലോ പറയും. ഒരു കുഞ്ഞൊരു വാഷ് ഏരിയ. അതിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ട് പുറകിൽ വരുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കലവറ കിച്ചൺ. സോ ദിസ് ഈസ് അവർ കിച്ചൺ. എനിക്ക് വാം ലൈറ്റ്സിനോടാണ് താല്പര്യം. ഞാനാണ് ഈ വൈറ്റ് ലൈറ്റ്, എന്നെ കാണുമോന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് വൈറ്റ് ലൈറ്റ്സ് ഇഷ്ടമല്ല. ഐ ലൈക്ക് വാം ലൈറ്റ്സ്. അപ്പോൾ ഒരു നല്ലൊരു കിച്ചണാണിത്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. എന്താ അടുക്കളയെ പറ്റി അമ്മേനെ വിളിച്ചു കൊണ്ടുവരേണ്ടി വരും കൂടുതൽ പറയാൻ. ഇവിടെ എനിക്ക് പക്ഷെ ഹൈറ്റ് കുറച്ച് ഇത് കുഴപ്പമില്ല. ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ മുകളിലെ പ്ലേറ്റ് ഒക്കെ എടുക്കാൻ കുറച്ച് പണിയാണ്. എനിക്ക് കുറച്ച് ഹൈറ്റ് പ്രശ്നങ്ങളുണ്ട്. യൂട്ടൻസിൽ ഇതൊക്കെ ഞാൻ മേടിച്ചു വെച്ചാട്ടോ. പിന്നെ നമ്മള് ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് മേടിച്ച് വെക്കേണ്ടി വന്നിട്ടുള്ളത് വാട്ടർ പ്യൂരിഫയറും നമ്മുടെ ഫ്രിഡ്ജും നമ്മുടെ വാഷിംഗ് മെഷീനുമാണ്. സോ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് മേടിച്ച് വെക്കേണ്ടി വന്നിട്ടുള്ളത്. ഇതൊക്കെ സെലക്ട് ചെയ്യാൻ പോയതൊരു നല്ല രസമായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇത്രയും ജാടയിലൊക്കെ കേട്ടോ പോണതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. അതെ, ഇത് ജാടോണ്ടല്ല, തേസായിട്ടൊക്കെ കണ്ണോടെ വെച്ചിരിക്കുന്നത് സ്പെഷ്യലി ഈ കടിന്റെ ക്ഷീണം കാരണം കുറച്ച് ദിവസമായി യാത്രകൾ തുടങ്ങിയിട്ട്. അതിന്റെ ഇടയിൽ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മെനക്കെട്ടൊരു പണി വേറെ ഇല്ല. അതൊക്കെയാണ് ഇന്നത്തെ ഈ വ്ളോഗിൽ ഞാൻ ഞങ്ങളുടെ ഷിഫ്റ്റിംഗ്. പിന്നെ ഇരുട്ടത്ത് ഞങ്ങളപ്പോ ഈ ഷിഫ്റ്റിങ്ങിൽ ഈ
അല്ല, ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഈ ഷിഫ്റ്റിംഗ് മാമാങ്കങ്ങളാണ്. അപ്പോൾ നമുക്ക് കാണാം. പാവം രണ്ടുപേര് കഷ്ടപ്പെടുന്നു. ഈ 2 സ്വിച്ചിലും കൂടി ഒരേ സമയം 5 സെക്കൻഡിലേക്ക് ഇനി വേണം കൺഫേം ഇൻഡിക്കേറ്റർ സ്പ്ലിംഗ് കൊടുക്കും. നീ കൊടുക്കും ചെയ്യുമ്പോഴേക്കും ഇതിന് പടം വരും, ഒരു മാപ്പ് വരും. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ഇത് വലിയ ഓർഡറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എല്ലായിടത്തും വിഷമൂപ്പാടിളകി നമ്മൾ പെരുന്നാൾ ചോറ് കഴിക്കുന്നു. എങ്ങനെയുണ്ട്? ഞാൻ സോഡ ഇല്ലാത്ത സർബത്ത്, വിത്ത് സോഡ, കവറുകളൊക്കെ ചോറും മീൻകറി. സീരിയസ് ഡിസ്കഷൻസ്. പിന്നെ എന്ത് വെക്കാം? ഹലോ ചേച്ചി, യൂട്യൂബ് ഒക്കെ ചെയ്യുന്ന ചേച്ചിയല്ലേ? യൂട്യൂബ് കാണാറുണ്ടല്ലോ. തോന്നലോ ചേച്ചി? വാട്ട് ഈസ് യുവർ ഔട്ട്ഫിറ്റ് വർക്ക്? ഔട്ട്ഫിറ്റ് വർക്ക്? My outfit? I think this is some മതി. ശരി, സമയമില്ല. ഓക്കെ ചേച്ചി, താങ്ക് യു. പിന്നെ നമ്മളെ കാര്യമായിട്ട് ഈ ഷിഫ്റ്റിങ്ങിൽ ഹെൽപ്പ് ചെയ്ത 3 പേരാണ് ഈ ഇരിക്കുന്നത്. മിൻചേച്ചി, ബാലുമാമൻ, അശ്വിൻ. How do you feel? Dead. ചത്തു. Ashwin, how do you feel? About what? ചുമ്മാ എന്തെങ്കിലും പലഹാരം ഫുഡ് അങ്ങനെയും പറയാം. ഇന്നത്തെ ദിവസം പറയാം. ഓസം ഫുഡ് അടിപൊളിയായിരുന്നു. ഗുഡ് ഹാർഡ് വർക്ക് ഓഫ് ഷിഫ്റ്റിംഗ്. കാലറീസ് ബേൺ ചെയ്തു, കാലറീസ് ഇപ്പൊ ഗെയിൻ ചെയ്തു. Day 2 of shifting. കൃത്യസമയത്ത് ദീപോട്ടിനൊന്നൊരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് നാട്ടിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിട്ടോ. ദീപോട്ടിന് എൻ്റെ ലൈഫിൽ എന്തൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നടക്കുമോ അതിൽ ദീപോട്ടിന് എങ്ങനെയെങ്കിലുമൊക്കെ ഭാഗമാവാൻ കഴിയും. അറിഞ്ഞോ അറിയാതെയോ അതിൽ ഭാഗമാവാൻ കഴിയും. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ഭയങ്കര അതിശയമുള്ളൊരു കാര്യമായിട്ട്. അപ്പോൾ മൂപ്പര് എന്തായാലും വന്നപ്പോൾ ഞങ്ങളിങ്ങനെ കോഫി ടേബിളൊക്കെ അപ്പം മേടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ മൂപ്പരും അതിൻ്റെ ഒരു പാർട്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ബേസ്മെന്റിൽ കൂടെ ഒക്കെ കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം എല്ലാവരും നല്ല പണിപ്പെട്ടിട്ടുണ്ട്. ഒരു സെമി ഫർണിഷ്ഡ് ഫ്ലാറ്റ് ആണെങ്കിൽ നമുക്ക് അതിലേറെ ബുദ്ധിമുട്ടായിരുന്നു. ഇതിപ്പോൾ ഫർണിച്ചേഴ്സ് ഒന്നും കൊണ്ടുവരണ്ട. ഇങ്ങനത്തെ ഹോം അപ്ലയൻസസ് സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി. ആന്റിയുടെ ചെടി. പിന്നെ ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ പോലെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ. അല്ല, വർക്ക് ഏരിയ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ബാൽക്കണി ആണ് ഇത് ആക്ച്വലി. ഇവിടെ നമ്മൾ കണ്ടു തൂലും ഇതൊക്കെ വെച്ചിരിക്കുക. ഇവിടെ നമ്മുടെ മുളക്. പക്ഷെ ഇപ്പൊ ഇത് പ്രാവ് അടിക്കുന്നുണ്ട് ചെറുതായിട്ട്. സ്കൈ നോക്കി, ഭംഗിയുണ്ട്. അവിടെ ഉണ്ടോ സ്കൈ? ഇവിടെ ഒരു ഫ്ലാറ്റിന്റെ പണി നടന്നുണ്ട്. ഇവിടെ ഇതിന്റെ തന്നെ ഒരു ട്വിൻ ടവർ പോലെ ഒരു ബിൽഡിങ്ങിന്റെ പണി നടക്കുകയാണ്. ഇവിടെ നമുക്ക് തുണിയൊക്കെ തോരിടാനുള്ള സ്പേസ് ആണ്. എവിടെ പോകുന്നു? മൈക്കൊന്നും ഇല്ല. ഇവിടെ നമുക്ക് തുണി തോരിടാനുള്ള സ്പേസ് ആണ്. അപ്പൊ അതാണ് കിച്ചൺ ടൂർ. Nice. So now we'll move on to the master bedroom. Wow. Yes, so ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. എല്ലാ ലൈറ്റും ഓൺ ചെയ്തിട്ട് ഞാൻ പെതുക്കെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെയാണ് ഞാൻ തേച്ചാലും കിടക്കുന്നത്. And this is my pregnancy pillow. Beautiful. ഇത് ഞാൻ പഠിക്കുന്ന സ്ഥലം. ഇത് നമ്മള് വന്നിട്ട് വേറെ മേടിച്ചു വെച്ചാണ്. തേസായിട്ടിന് പരീക്ഷകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കുട്ടി ഇപ്പോഴും കോളേജിൽ പോകുന്നുണ്ട്. തേസായിട്ടിന് പഠിക്കാൻ ഇവിടെ ഒരു ഏരിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ
അതിനുള്ള ഒരു സ്റ്റഡി ടേബിൾ ആൻഡ് ചെയർ ആണ്. പിന്നെ നമുക്ക് 2 ബെഡ് സൈഡ് ചെറിയ ടേബിൾസ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഹ്യൂജ് വാർഡ്രോബ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂം ആൻഡ് നമുക്ക് കുഞ്ഞു ബാൽക്കണി ഉണ്ട് കേട്ടോ ഈ റൂമിന്. പർപ്പിൾ സ്കൈ. വീടല്ലേ? സ്കൈ ഞാൻ എക്സാജറേറ്റ് ചെയ്യല്ല, സീരിയസ്ലി ഭയങ്കര ഭംഗി സ്കൈ. നമുക്ക് സ്വിമ്മിംഗ് പൂളില് നീല. പക്ഷെ ഇന്ന് സ്കൈ ഭയങ്കര ഭംഗി കേട്ടോ, നല്ല രസമുണ്ട്. എന്തിങ്ങനെ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് എന്ത് പൂടും ആകാശവും കാറ്റും കാറ്റില്ലല്ലോ ഇന്ന്. നക്ഷത്രം ചന്ദ്രനും ബെഡ്റൂമിനെ പറ്റി പറയാൻ എന്തെങ്കിലൂടെ പറ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇത് ആക്ച്വലി ഇവിടുത്തെ ഒരു കുഞ്ഞു ബെഡ്റൂം ആണ്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബെഡ്റൂം. ഭയങ്കര ഒരു കോസി വൈബ്, കാരണം ഇവിടുന്ന് നമ്മുടെ മെയിൻ ബാൽക്കണിക്ക് ഡയറക്റ്റ് വ്യൂ ഉണ്ട്. അതുകൊണ്ട് നല്ല രസമാണ്. പിന്നെ അപ്പൊ ആ ചെടിയും എല്ലാം ഇങ്ങനെ കണ്ട് നമുക്ക് രാവിലെ എണീക്കാം. എന്നിട്ട് എന്താ? പക്ഷെ ബാത്റൂം മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ല, ബാത്റൂം കൂടുതലായിട്ട് കാണിക്കുന്ന വേണ്ട. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് ബെഡ്റൂം. സോ ഇതാണ് തേർഡ് ബെഡ്റൂം. ഇതൊരു അതിന്റെ മാസ്റ്റർ ബെഡ്റൂമിന്റെ അതിനെക്കാട്ടിലും ഞാൻ എന്തൊക്കെ പറയുന്നത് ഒരു നടുക്കത്തെ സൈസാണ് അത്. അപ്പൊ ഇവിടെ ആക്ച്വലി നമ്മള് ആരും നിക്കുന്നില്ല, കാരണം നമുക്ക് 2 റൂം മതിയല്ലോ. അപ്പൊ ഗസ്റ്റ് ഒക്കെ വരുമ്പോ യൂസ് ചെയ്യാനാണ് ഈ റൂം. ഇപ്പൊ ഇവിടെ തൽക്കാലം കാര്യമായിട്ട് സംഭവങ്ങളൊന്നും ഇല്ല. ഞങ്ങളാ ഞാൻ ദേശേട്ടന്റെ ബർത്ത്ഡേക്ക് കൊടുത്താണ്. ഇവിടെ ഇപ്പോ ഇനി വരാൻ പോകുന്ന ഒരാളുടെ സംഭവങ്ങളൊക്കെ ഇനി പതുക്കെ പതുക്കെ പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ അതിന്റെ ചില മിനുക്ക് പണികളിലാണ്. അപ്പൊ ഇന്ന് ഇവിടെ നമ്മൾ കാണിക്കണ്ട, ഇവിടെ തുണി തോരടാനുള്ള ഇതൊക്കെയാ, എന്താ പറയാ, സ്റ്റാൻഡ് ഒക്കെ വെച്ചിരിക്കും. ഗ്ലിംസിൽ കാണിക്കട്ടെ. എന്ത് പെട്ടെന്ന് സന്തോഷായിരുന്നു കാണിക്കണു. തേസേട്ടൻ എന്ത് ഈ ബാത്റൂം, തേസയുടെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ ആയിരുന്നു. തേസേട്ടൻ ബാത്റൂം കാണിക്കണം, ബാത്റൂം കാണിക്കണം. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ പുതിയ ഹോം ടൂർ എന്ന് പറയാം. ഇങ്ങനെ ഒരു ഫ്ലാറ്റ് നമുക്ക് ഫ്യൂച്ചറിൽ സ്വന്തമായിട്ട് കൊച്ചിയിൽ എടുക്കാൻ പറ്റുന്ന ചിരിക്കണ തീർച്ചയായിട്ടും ഒരു ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തൊരു മനുഷ്യനായിട്ട്. നിങ്ങൾ ശരിക്കും ഭയങ്കര പോസിറ്റീവ്, മൊത്തം നെഗറ്റീവ്. നമുക്ക് പറ്റും, ഒരു 4-5 വർഷം ചിലപ്പോൾ അതിന് കൂടുതൽ എടുക്കും, പക്ഷേ വിൽ ട്രൈ. എന്തായാലും അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഹോം ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ ബൈ. ബൈ.